അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ബ്ലാക്ക് കളർ ഫോർച്യൂണർ പരിചയപ്പെടാം അല്ലെ. ഫോർച്യൂണറിൽ വളരെ റെയർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ബ്ലാക്ക് കളർ. അത് മോഡൽ എത്രയാണ്? 2013 മോഡൽ. ഈ ഓപ്ഷൻ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ NOC-ൽ 16 രൂപ കൊടുക്കാം. 16 ലക്ഷം രൂപക്ക് NOC-ൽ കൊടുക്കാം. നമ്പർ ദിവസം കൂടുന്നതോറും ഡിമാൻഡ് കൂടാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, മോഡൽ എത്രയാണ്? 2019 മോഡൽ. നോക്കി നിങ്ങള് നല്ല ബ്ലാക്ക് കളർ 4 അലോയ് വീൽസ് ഉള്ള കൊറോള അൾട്ടീസ് വെറും 2,60,000 രൂപക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത്. ഈ ഓഫർ എവിടെയെങ്കിലും കിട്ടുമോ? ഡീസൽ, അതും ZDI. ഇപ്പൊ ഡീസൽ ഇറങ്ങണില്ല, എന്നാലും ഡിമാൻഡ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. 15 ഡീസൽ സെക്കൻഡ് ഓണർ ഏകദേശം ഒരു 5-5.5 ലക്ഷം രൂപ ഇല്ലാതെ എവിടുന്നും കിട്ടൂല. പക്ഷെ ഇവിടെ വെറും 3.25 ലക്ഷം റുപ്യക്കാണ് ഈ പോളോ കൊടുക്കുന്നത്. മാക്സിമം ലോണും കിട്ടും. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു ത്രില്ലിംഗ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു മാണൂരിലെ ഗേറ്റ് വേയിൽ. ഗൈസ്, ഇവിടെ ഓണമായിട്ട് ഓഫറുകൾ തള്ളി മറിക്കാണ്. വണ്ടിയൊക്കെ വൻ വിലക്കുറവിലാണ് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ നോക്കിയൊക്കെ ഞാൻ പറയണ നുണയാണോന്ന് സത്യമാണോന്ന്. ഈ പോളല്ലേ 2015 ഡീസൽ സെക്കൻഡ് ഓണർ ഏകദേശം ഒരു 5-5.5 ലക്ഷം രൂപ ഇല്ലാതെ എവിടുന്നും കിട്ടൂല. പക്ഷെ ഇവിടെ വെറും 3.25 ലക്ഷം റുപ്യക്കാണ് ഈ പോളോ കൊടുക്കുന്നത്. മാക്സിമം ലോണും കിട്ടും. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ നല്ല ബ്ലാക്ക് കളർ 4 അലോയ് വീൽസ് ഉള്ള കൊറോള അൾട്ടീസ് വെറും 2,60,000 രൂപക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത്. ഈ ഓഫർ എവിടെയെങ്കിലും കിട്ടുമോ? ഒട്ടനവധി വാഹനങ്ങൾ, നിങ്ങളെ ഇഷ്ട വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ. ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ കൂടുതൽ ഉന്തി മറിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ബ്രോ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? നമ്മുടെ ലൊക്കേഷൻ കുറ്റിപ്പുറം എടപ്പാളിന്റെ ഇടയിൽ മാണൂര് ഗേറ്റ് വേ അല്ലേ? ഓക്കെ, അന്ന് നമ്മൾ വന്ന സമയത്ത് ഈ തല മുതൽ ആ തല വരെ ഫുള്ള് ക്രിസ്റ്റ് ചെയ്യുന്നില്ലേ? മാഷാ അല്ലാഹ്, അതൊക്കെ സോൾഡ് ആയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ? നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണല്ലേ? അൽഹംദുലില്ലാ. ഓക്കെ, ഇതൊന്നല്ല നമുക്ക് അറിയണ്ട്. ഓണായിട്ട് എന്താ ഓഫർ കൊടുക്കാൻ പറ്റിയ? ഓണത്തിന് നമുക്ക് നിങ്ങളെ മലയാള മീഡിയന്റെ വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും നമ്മള് ഫുൾ ടാങ്ക് ഫ്യൂവൽ കൊടുക്കും. ഫുൾ ടാങ്ക് ഫ്യൂവൽ, അത് ഡീസലാ പെട്രോൾ ആയിക്കോട്ടെ, എന്തും കൊടുക്കും. വലിയ വണ്ടിക്കാണെങ്കിലോ? എല്ലാത്തിനും ഫുൾ ടാങ്ക് ഫ്യൂവൽ. അത് മാത്രം പോരല്ലോ, ഓണല്ല ഒരു കനത്തിലുള്ള ഓഫർ. ആൾക്കാരൊക്കെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. എന്തോ കൊടുക്കാം കുറച്ചുകൂടി കനത്തിലുള്ള? നമുക്ക് 2 ഫുൾ ടാങ്ക് ഫ്യൂവൽ കൊടുക്കാം. 2 ഫുൾ ടാങ്കോ? അപ്പൊ ഒരു വണ്ടിക്ക് 1 ടാങ്ക് അല്ല ഉണ്ടാവുക? ഇവിടെ കൊടുക്കുന്ന വണ്ടിക്ക് 2 ടാങ്ക്? അതല്ല, 2 ടൈംസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. 2 ടൈംസ് ആയിട്ട്. ഓക്കെ, ആദ്യം അവര് ഫുൾ ടാങ്ക് അടിച്ച് ഫുള്ള് കറങ്ങി അടിച്ച് പൊളിച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ഫുൾ ടാങ്ക്. അല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പെട്രോൾ പമ്പോ വല്ലതും ഉണ്ടോ? ഓണക്കല്ലേ, ആൾക്കാർ അടിച്ച് പൊളിക്കട്ടെ. അത് ശരിക്കും ഒരു സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ. നിങ്ങൾ ഫാമിലിയിലൊക്കെ കൂട്ടിയിട്ട് 10 ദിവസം ലീവ് ഉള്ളല്ലേ, കൊടൈക്കനാലോ ഊട്ടിയോ മൈസൂരോ എവിടൊക്കെ പോയി വന്നോളി. വീണ്ടും നമ്മളെ ഗേറ്റിലേക്ക് ഒന്ന് ഫുവൽ അടിച്ചിട്ട് പിന്നെയും പോയിക്കോളി കേട്ടോ. അത് യഥാർത്ഥ ഓഫറാണ്. നമുക്ക് വണ്ടികൾക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. കമോൺ ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് SUV സെഗ്മെന്റിൽ പെടുന്ന വാഹനം തന്നെ പരിചയപ്പെടാം. മഹീന്ദ്ര SUV അല്ലേ? എത്ര മോഡൽ വരുന്നത്? 2015 മോഡൽ. 2015. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ അല്ലേ? എത്ര കിലോമീറ്റർ നിലവിൽ ഓടിയുണ്ട്? 70,000 കിലോമീറ്റർ. അത് ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും? ആക്സിഡന്റ് ആയിട്ട് മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി പറയാം, ഫ്ലഡ് എഫക്ട് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യത്തോടെ നമ്മൾ പ്രഷർ കൊടുത്തൂടെ? ഓക്കെ, ഇപ്പൊ ഈ വണ്ടി എടുക്കുന്നവർക്കും 2 വട്ടം ഫ്യൂൽ അടിച്ചു കൊടുക്കൂലേ? ഓക്കെ, ഓണായിട്ട് ഏത് വണ്ടി എടുക്കുന്നവർക്കും 2 പ്രാവശ്യം ഫുൾ ടാങ്ക് ഫ്യൂൽ നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇന്റീരിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സീറ്റ് കവേഴ്സ്, അതുപോലെ തന്നെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇത് ഏതായിരുന്നു? W8 ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. അപ്പോ ലോൺ കിട്ടും ഇതിന്? ഏകദേശം എത്ര ലോൺ മാക്സിമം കൊടുക്കൂലേ? എത്രയാണ് ആസ്കിന് വണ്ടിക്ക്? 8 ലക്ഷം റുപ്യ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ബ്ലാക്ക് കളർ ഫോർച്യൂണർ പരിചയപ്പെടാം അല്ലെ. ഫോർച്യൂണറിൽ വളരെ റെയർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ബ്ലാക്ക് കളർ. അത് മോഡൽ എത്രയാണ്? 2013 മോഡൽ. 13 മോഡൽ അല്ലേ? ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. 1.5 ലക്ഷം കിലോമീറ്റർ. നമ്പർ ആയ വാഹനമാണോ? റീപ്ലേസ് ആക്സിഡന്റ് നിലവിൽ എന്തെങ്കിലും? ഇപ്പൊ ഹിസ്റ്ററി എത്ര ഉണ്ട്? ഫുൾ ഹിസ്റ്ററി കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 ലക്ഷം. അത് പ്രോപ്പർ ജെനുവിൻ ആണ്. സാധാരണ റീ വണ്ടിക്ക് ജെനുവിനിറ്റി പറയാൻ സാധിക്കില്ല, ഇതിന് പറയാൻ സാധിക്കൂലേ? ജെനുവിൻ കിലോമീറ്റർ. 2 വീല് ഓട്ടോമാറ്റിക് ആണോ? 2 വീല് ഓട്ടോമാറ്റിക്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റൊക്കെ വരുന്നുണ്ട്. സീറ്റൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. എത്രയാണ് ആസ്ക് ചെയ്യണേ? നമ്മൾ 14 ആണ്.
ആസ്കിങ് അല്ലേ? എന്തായാലും കുറച്ച് കൊടുത്തൂടെ? മാക്സിമം നമുക്ക് പറ്റുന്ന നമ്പർ ആയ വാഹനമാണ് കേട്ടോ. പിന്നെ നമ്പർ ആവേണ്ട ചൊറ കാര്യങ്ങളൊന്നും ലോൺ കൊടുക്കാൻ പറ്റും. ലോൺ കൊടുക്കാൻ പറ്റും. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? നല്ല ട്രാക്കുള്ള ആളാച്ചാൽ ഒരു 13 റുപ്യ വരെ ലോൺ കൊടുക്കും. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ ഒരു ക്രിസ്റ്റ കൊടുക്കാം അല്ലേ? ഓക്കെ, മോഡൽ എത്രയാണ്? 2019 മോഡൽ. ഓപ്ഷൻ വി ഓപ്ഷൻ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 95,000 കിലോമീറ്റർ, ജെനുവൻ കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. UP രജിസ്ട്രേഷൻ വാഹനം അല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, കിലോമീറ്ററിൽ ജെനുവിനിറ്റി ഉണ്ടോ? ജെനുവിൻ കിലോമീറ്റർ. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട് അല്ലേ? മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ല, ഗ്യാരണ്ടി പറയാം. വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, മാനുവൽ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. 8 സീറ്റ് ആണ് അല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, ടച്ച് സ്ക്രീന്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടിയാണ്. എല്ലാ ഇലക്ട്രിക്കൽ ഭാഗങ്ങളും പ്രോപ്പർ വർക്കിംഗ് അല്ലേ? ഫുൾ വർക്കിംഗ് ആണ്. ഓക്കെ, പുത്തൻ ബാറ്ററി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, വി ഓപ്ഷൻ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ NOC-യിൽ 16 റുപ്യ കൊടുക്കാൻ പറ്റും. 16 ലക്ഷം രൂപക്ക് NOC-യിൽ കൊടുക്കാം. നമ്പർ ആക്കാൻ ഒരു 2.5 ലക്ഷം രൂപ ലെവലിൽ വരും. ഓക്കെ, അത് നമ്പർ ആക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ലോണും ചെയ്യാം അല്ലേ? ഓക്കെ, അതിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? 16-ന് ചെയ്ത് കൊടുക്കാം. ഓണത്തിന്റെ ഓഫർ ആയിട്ട് അല്ലേ? കൂടാതെ നമുക്ക് ഫ്യൂവലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡസ്റ്റർ പരിചയപ്പെടാം. മോഡലോ? ഇത് 2019 ലാസ്റ്റ് മോഡൽ. 19 ലാസ്റ്റ്, കുറച്ച് മോഡൽ കൂടിയ വാഹനം. ഓക്കെ, ഓണർഷിപ്പ് എത്ര ഉണ്ട്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ? 37,000 കിലോമീറ്റർ. പ്രോപ്പർ ജെനുവിൻ അല്ലേ? ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓപ്ഷൻ ഏതായിരുന്നു? ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ വാഹനങ്ങൾ ആര് തപ്പുണ്ടെങ്കിലും വന്നോളി. ഇത് ഏതായിരുന്നു എഞ്ചിൻ? ഇത് 85 എഞ്ചിനാണ്. അപ്പോൾ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇന്റീരിയർ ആണ് വരുന്നത്. അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന വണ്ടിയാണ്. എത്രയാണ് ആസ്ക് ചെയ്യണേ? ഇത് നമ്മൾ 8.5 രൂപയാണ്. 8.5 ലക്ഷം റുപ്യ. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര ലോൺ ചെയ്യാം? 7.25 ലോൺ കൊടുക്കാം. 7.25 ലക്ഷം രൂപയുടെ ലോൺ കൊടുക്കാം. അപ്പൊ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി SUV സ്വന്തമാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് എത്തിയോസ് പരിചയപ്പെടാം. ഡുവൽ ടോൺ ആക്കിയതാണോ? ഓക്കെ, മോഡൽ എത്രയാണ്? 2015 മോഡൽ. 15. അതർ സ്റ്റേറ്റ് വാഹനമാണോ? കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, 2015 മോഡൽ അല്ലേ? ഓണർഷിപ്പോ? ഇത് തേർഡ് ഓണർഷിപ്പ് ആണ്. തേർഡില്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 40 ഓടിയുണ്ട്. റീപ്ലേസ് മേജർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബാക്കി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഡീസൽ പെട്രോളോ? ഡീസൽ വണ്ടി. എത്ര മൈലേജ് കിട്ടും ഡീസൽ? മൈലേജ് നമുക്ക് ഒരു 20 മൈലേജ് എന്തായാലും കിട്ടും. 20 കിലോമീറ്റർ എന്തായാലും എത്തിയസിന് കിട്ടുന്നതാണ്. അപ്പൊ എത്രയാണ് 2015 മോഡലിന് ആസ്ക് ചെയ്യുന്നത്? നമുക്കിത് 5.10. 5,10,000 കുറച്ച് കൊടുത്തൂടെ? ലോൺ കൊടുത്തൂടെ? ലോണും കൊടുക്കാം. 4.25. അപ്പൊ ചെറിയൊരു തുക കാണുകയാണെങ്കിൽ എത്തിയസ് നമുക്ക് സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഓഫർ പ്രൈസിൽ പോളോ കൊടുക്കാം അല്ലേ? ഓക്കെ, ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ്ങുകൾ, അതുപോലെ സ്പോയിലർ, സ്റ്റിക്കർ വർക്കുകൾ, കാര്യങ്ങളൊക്കെ ചെയ്ത നല്ലൊരു വണ്ടി കേട്ടോ. ഡീസൽ അല്ലേ? ഡീസൽ എത്ര മൈലേജ് കിട്ടും പോളോക്ക്? ഇത് നമുക്കൊരു 18. പോളോ ആകുമ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ നിലവിൽ എന്തെങ്കിലും മെക്കാനിക് പരമായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു. ഓക്കെ, റീപ്ലേസ് ഉണ്ടോ വണ്ടിക്ക്? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ. ഓണർഷിപ്പോ? തേർഡ് ഓണർഷിപ്പില്. കിലോമീറ്റർ? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം. അത് 1 ലക്ഷത്തിന് മേജർ സർവീസ് കഴിഞ്ഞാണല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കണമെങ്കിൽ ഹൈ ക്വാളിറ്റിയാണ്. ഈ ഒരു മോഡലിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടുമെന്ന് എനിക്കറിയില്ല. എത്രയാണ് ആസ്ക് ചെയ്യുന്ന വണ്ടിക്ക്? ഇത് നമുക്ക് 3.60. 3,60,000. എത്ര ലോൺ ചെയ്യാം? ഇത് നമുക്കൊരു 3.25 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. നല്ലൊരു പ്രൈസ് ആണ്. നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ബലേനെ പരിചയപ്പെടാം. ഡീസലോ പെട്രോളോ? പെട്രോളിൽ എത്ര മൈലേജ് കിട്ടും? ഇത് നമുക്കൊരു 16-18. 18 ലെവലിൽ പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത്. അലോയ് വീൽസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും? മോഡൽ എത്രയാണ്? മോഡൽ 2018 മോഡൽ. 18 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ ആണ്. 70,000 കിലോമീറ്റർ. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളത് ഒക്കെ ഉള്ള വാഹനമാണ്. ടയർ ഏകദേശം എത്ര ശതമാനം വരുന്നുണ്ട്? ടയറൊക്കെ നമുക്ക് ഏകദേശം ഒരു 60%. 60% ടയർ. 18 കിലോമീറ്റർ അളവിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞൊരു വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എക്സ്റ്റീരിയർ കണ്ടുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. കൂടാതെ ചെറിയ എക്സ്ട്രാ ഫിറ്റിംഗ്സുകളും ചെയ്തിട്ടുണ്ട് അല്ലേ? എത്രയാണ് ആസ്ക് ചെയ്യുന്ന വണ്ടിക്ക്? ഇത് നമ്മൾ 6.25 ചോദിക്കുന്നത്. 6.25 ലക്ഷം റുപ്യ. ലോൺ കിട്ടും? ഇനി ലോൺ കിട്ടും. 5.25 ലക്ഷം റുപ്യ വരെ ലോൺ കൊടുക്കാൻ പറ്റും. 5.25 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി കാർ ആരെയും തപ്പുണ്ടെങ്കിൽ നമുക്കൊരു ബലേന കൊടുക്കാം. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി കേട്ടോ.
അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓഫർ പ്രൈസിൽ ഒരു വണ്ടി പരിചയപ്പെടാം. ബ്ലാക്ക് കളറ് കൊറോള അൾട്ടീസിലെ മോഡൽ എത്ര? 2010 മോഡൽ. 10 മോഡൽ. കേരളത്തിലേക്ക് നമ്പർ ആയതാണ്. നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കിലോമീറ്ററോ? 96,000 കിലോമീറ്റർ. 96. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും അല്ലേ? ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഓക്കെ. ടയർ 1.8 ആണ് ഇഞ്ചൻ വരുന്നത്. ഏറ്റവും ടോപ്പിന്റെ. അപ്പൊ അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും. ഓക്കെ. ടയർ ഏകദേശം എത്ര ശതമാനം? ടയർ ഏകദേശം ഒരു 75-80% ടയർ ഉണ്ട്. ഓക്കെ. 80%. അപ്പൊ ലോ ബഡ്ജറ്റിൽ ആരും നല്ലൊരു പ്രീമിയം വണ്ടി, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ പ്രീമിയം വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും പക്ക വർക്കിംഗ് അല്ലേ? ഓക്കെ. വേറെ കാര്യങ്ങൾ വെറിയിടാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ? എത്രയാണ് ആസ്കിങ്? അപ്പോൾ ഇത് നമ്മൾ 2,60,000 ചോദിക്കുന്നത്. 2,60,60,000 രൂപ. ലോൺ കിട്ടുമോ? ലോണ് കിട്ടില്ല, സാധ്യത കുറവാണ്. മാക്സിമം റെഡി ക്യാഷ് കൊണ്ട് വന്നോളി, നല്ലൊരു വണ്ടി എടുത്ത് പോയിക്കോളി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വാഗ്നർ പരിചയപ്പെടാം. ഒരുപാട് പേര് തിരഞ്ഞെടുക്കുന്ന ഒരു വണ്ടിയാണ് വാഗ്നർ. എപ്പോഴും ഡിമാൻഡുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. മോഡൽ എത്രയാണ്? ഇത് 2016 മോഡൽ. 16 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്? 48,000 കിലോമീറ്റർ. 40. അത് ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്, ജെനുവിൻ കിലോമീറ്റർ. 48,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു? ഗ്യാരണ്ടി പറയാം. ഓക്കെ. സർവീസ് ഹിസ്റ്ററി ഉണ്ടാവില്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ. ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട്? ടയർ ഏകദേശം ഒരു 80%, 85% ടയർ തന്നെ ഉണ്ട്. ടയർ ഉണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കമ്പനി സീറ്റ് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. എ സി ഒക്കെ നല്ല കൂളിംഗ് ആണോ? കൂളിംഗ് ഉള്ള എ സി ആണ്. കൂളിംഗ് ഉള്ള എ സി ആണല്ലേ? എത്ര ആസ്കിന് വണ്ടിക്ക്? ഇത് നമ്മൾ 3,40,000 ചോദിക്കുന്നത്. 3,40,000 രൂപ. LXi അല്ലേ? LXi. എത്ര ലോൺ ചെയ്യാന്? ഇത് നമുക്കൊരു 3 രൂപ ലോൺ ചെയ്യാം. 3 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാൻ പറ്റിയ വാഹനമാണ്. ഒരു 40,000 രൂപ വാഗണർ സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് മൈലേജിന്റെ ഒരു രാജകുമാരി അല്ലേ? സ്വിഫ്റ്റ് ഡീസൽ, അതും ZDI. ഇപ്പൊ ഡീസൽ ഇറങ്ങണില്ല, എന്നാലും ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഓക്കെ. മോഡൽ എത്രയാണ്? 2018 മോഡൽ. 18 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. ZDIയിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ലല്ലോ. ഓക്കെ. 20-ന് മുകളിൽ മൈലേജ് ലഭിക്കുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ 4 അലോയ് വീൽസ് വരുന്നുണ്ട്. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഒരു 80% തന്നെ ഉണ്ട്. സ്റ്റെപ്പിന് ടയർ ഉപയോഗിച്ചിട്ടില്ല അല്ലേ? കിലോമീറ്റർ എത്രയാണ്? 119 ജെനുവിൻ കിലോമീറ്റർ. സർവീസ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഇല്ലേ? റിയർ വൈപ്പർ, ഡീഫോഗർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, കമ്പനി സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, സീറ്റ് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. നിലവിൽ എന്തെങ്കിലും മെക്കാനിക് പരമായിട്ട് പൊതുവെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞൊരു വണ്ടിയാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ല അല്ലേ? എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 6.75 കൊടുക്കാം. 6.25 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ. എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? കൊടുക്കാം. പിന്നെ ഫുൾ ടാങ്ക് ഡീസലും കൊടുക്കാം. 2 പ്രാവശ്യം ഫുൾ ടാങ്ക് ഡീസലും കൊടുക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒക്കെ ഉള്ള ഒരു പോളോ, ഡോക്ടർ യൂസ് വണ്ടിയാണ്. ഒറിജിനൽ ഡോക്ടർ. മോഡൽ എത്ര? ഇത് 2015 മോഡൽ ഹൈലൈൻ. 15 മോഡൽ ഹൈലൈൻ അല്ലേ? ഓക്കെ. ഡീസൽ പെട്രോളാ? ഇത് പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ ആണ്. അപ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ച് കുറയും. മൈലേജ് ഒരു 15 ലെവലിൽ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 4 അലോയ് വീൽസ് കമ്പനി ചെയ്തിട്ടുണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,10,000 ഓടിയുണ്ട്. മോഡൽ എത്രയായിരുന്നു? 2015 മോഡൽ 1,10,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക ക്ലീൻ നീറ്റ് ആണ് ഇന്റീരിയർ ആണ്. സിംഗിൾ ഓണറോ? സെക്കൻഡ് ഓണർ വാഹനമല്ലേ? എത്രയാണ് ആസ്ക് ചെയ്യണം? അപ്പോൾ ഇത് നമ്മൾ 4.5 ചോദിക്കുന്നത്. 4.5 ലക്ഷം രൂപ. അതിന് കുറച്ച് കൊടുത്തിടാൻ ലോണൊക്കെ ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. ഓക്കെ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ലേഡീസിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വണ്ടി CVT ഓട്ടോമാറ്റിക്. ഓക്കെ. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിക്ക് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 14-15 ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഓട്ടോമാറ്റിക് പൊതുവെ മൈലേജ് കുറവാണ്. മാരുതിയുടെ കേസിലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ മാരുതി അതിൽ ഇമ്പ്രൂവ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ ആണോ? സീറ്റ വരുന്നത് തൊട്ട് താഴെ അല്ലേ? കീലെസ് എൻട്രി വരും, 4 അലോയ് വീൽസ് വരും. ടയർ എത്ര പെർസെന്റേജ് ഉണ്ട്? ടയർ ഇതൊരു 85% ടയർ തന്നെ ഉണ്ട്. വണ്ടി മോഡൽ എത്രയാണ്? 2018 മോഡൽ 19 രജിസ്ട്രേഷൻ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ, മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി സീറ്റ് നിലനിർത്തിയിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. ഇതൊക്കെ ലേഡീസിന് സുഖമായിട്ട് ഉപയോഗിക്കാം, കാരണം കയറ്റത്തിൽ ഇറങ്ങി പോകുന്ന ഇഷ്യൂ ഇല്ല. CVT ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 6.5 ലക്ഷം.
6.5 ലക്ഷം രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും. 750 മേലേക്ക് സിവിൽ സ്കോറുള്ള ആളാച്ചാൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണില് അപ്പൊ മാസം ചെറിയൊരു തുക അടച്ചാൽ മതി അല്ലേ? മതി. ഫുള്ള് ലോണിൽ നമുക്ക് 5 വർഷത്തെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 5 years വരെ ലോണും കിട്ടൂലേ? ഫാൻസി നമ്പറും. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് നല്ലൊരു ഐറ്റന്റ് പരിചയപ്പെടാം. 4 അടിപൊളി അലോയ് വീൽസ് ഇട്ട വണ്ടിയില്ലേ? ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ. പെട്രോൾ അല്ലേ? ഓപ്ഷനോ? ഇത് മാഗ്ന പ്ലസ്. മാഗ്ന പ്ലസ്. മോഡൽ എത്രയാണ്? 2019 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 90,000 കിലോമീറ്റർ. 90,000. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. ടയർ ഏകദേശം എത്ര പെർസെന്റേജ് ഉണ്ട്? ടയർ നമുക്കൊരു 90%. 90% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടി അല്ലേ? 19 ഫേസ് ലിഫ്റ്റ് ആയ വണ്ടി. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കമ്പനി റിയർ എ സി വരുന്ന വാഹനമാണ്. മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എ സി ഒക്കെ എങ്ങനെയാണ്? പക്കാ കൂളിംഗ്. ഈ വാഹനത്തിന് ഏകദേശം എത്ര മൈലേജ് എക്സ്പെക്ട് ചെയ്യാം? മൈലേജ് നമുക്ക് ഒരു 15 വരെ. പെട്രോൾ വേരിയന്റ് ഒരു 13 to 15 എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, ചെറിയ ഓട്ടോകൾക്കൊക്കെ പറ്റിയ വാഹനമാണ് കേട്ടോ. എത്രയാണ് ആസ്കിണ്? ഇത് നമുക്ക് 5,90,000. 5,90,000 രൂപ. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് ടൊയോട്ട എറ്റിയോസ്. ഇപ്പോൾ ദിവസം കൂടുന്നതോറും ഡിമാൻഡ് കൂടാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. മോഡൽ എത്രയാണ്? 2019 മോഡൽ. ഡീസൽ പെട്രോളോ? പെട്രോൾ. വി ഓപ്ഷൻ. പൊതുവെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ വണ്ടിയാണ്. പെട്രോളും കൂടി ആകുമ്പോൾ അതിലും കുറയും. ഓക്കെ. അതുപോലെ തന്നെ ഓപ്ഷൻ വി ആണ് അല്ലേ? അപ്പോൾ അലോയ് വീൽസ് ഡയമണ്ട് കട്ട് വരും. ഡുവൽ ടോൺ ചെയ്താണോ? ഡുവൽ ടോൺ ഉള്ളതാണ്. കമ്പനി ഡുവൽ ടോൺ. 19 മോഡൽ ഡുവൽ ടോൺ വരുന്ന വാഹനമാണ്. അത്യാവശ്യം തിരക്കേടില്ല. ഓക്കെ. റീപ്ലേസ് എത്ര ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് എത്ര? 15 വരെ ഓക്കെ. 15 എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടയോട്ടയുടെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. എയർ ബാഗ് എയർ ബാഗ് ഉണ്ടാവുന്ന വേരിയന്റ് ആണ് കേട്ടോ. എത്രയാണ് ആസ്കിന് വാഹനത്തിന്? ഇത് നമുക്ക് 6,60,000 രൂപ. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് സിബിൽ സ്കോർ കാര്യങ്ങളും നോക്കിയിട്ട് മാക്സിമം സിബിൽ സ്കോർ ഒക്കെ നോക്കിയിട്ട് മാക്സിമം നമുക്ക് ലോൺ എല്ലാ വണ്ടികൾക്കും ചെയ്തു കൊടുക്കാം. എല്ലാ വാഹനങ്ങൾക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ. ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. 2 പ്രാവശ്യം ഫുൾ ടാങ്ക് ഫ്യൂവലാണ് തരാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കോളും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏത് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. അതിനുള്ള ഫെസിലിറ്റി നമ്മളെ മാനേജ്മെന്റ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മളെ ജസീൽ ഖാനെ കണ്ടാലും മാക്സിമം റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നത് നല്ലത് 2 പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ച് പ്രീമിയം വാഹനങ്ങൾ, സെഡാൻ വാഹനങ്ങൾ, ഫാമിലി കാറുകളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു കിടുക്കാച്ചി ഓഫർ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എപ്പിസോഡ് തപ്പിപ്പിടിച്ച് വരുന്നവരേക്കും ഗുഡ് ബൈ.